ഇങ്ങനെയൊന്നുമല്ല കല്യാണം നടത്താൻ ആഗ്രഹിച്ചത്. സാഹചര്യങ്ങൾ ഇങ്ങനെ ആയിപ്പോയതാ. ഇങ്ങനെ തന്നെ നടത്തണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഒരാഘോഷങ്ങളിലും എനിക്ക് താല്പര്യമില്ല. രണ്ടുപേർക്ക് ഒരുമിച്ച് താമസിക്കാൻ ഒരു താലികെട്ട് ചടങ്ങ് മാത്രം മതി. മോളെ, മോൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും പഞ്ചരത്നത്തിലേക്ക് വരാം. അഞ്ചിലൊരു അവകാശി എന്നും മോളായിരിക്കും. നമുക്കിറങ്ങാം അച്ഛാ. ഓ, ഇറങ്ങട്ടെ. അല്ല മോളെ, ഇത്ര ധൃതി എന്തിനാ? സാവധാനം പോവാം. വേണ്ട മാമ, ഇവിടെ വരുമ്പോ പറക്കമുറ്റാത്ത 5 എണ്ണത്തിനെയും കൊണ്ട് മാമൻ ഇവിടെ വന്നതും അകത്ത് കയറ്റാതെ മാമി മണ്ണെണ്ണ ഒഴിച്ച് മരിക്കാൻ തുടങ്ങിയതൊക്കെയാ എനിക്ക് ഓർമ്മ വരുന്നേ. നിൽക്ക്. ഈ 5 എണ്ണത്തിനെ ഊട്ടി ഉറക്കിക്കൊണ്ട് നടക്കാൻ എനിക്ക് പറ്റില്ല. ഇവിടെ ഞാനും എന്റെ മക്കളും മതി. അതിനെ സമ്മതിച്ചില്ലെങ്കിൽ നിന്ന് കത്തും ഞാൻ. ഞാൻ മാത്രമല്ല, എന്റെ മക്കളും. എന്താ ഇത്? എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? അമ്പിക, ഞാൻ വേണ്ട മാമ, ഞങ്ങൾ പോയിക്കോളാം. എങ്ങോട്ട് പോന്നാ? കണ്ടോ എന്റെ കയ്യിലോട്ടോ? അത് മാമൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല. മാമൻ ഞങ്ങളെ അനാഥാലയത്തിലാക്കിയാ മതി. മോൾ എന്തൊക്കെയാ പറയുന്നേ? ഞങ്ങളെ ആരും ഇല്ലാത്ത പാവങ്ങൾ താമസിക്കുന്ന എവിടെയെങ്കിലും ആക്കിക്കോ. ഞങ്ങൾ പോവാ. മോളെ, മോളെ, മോളെ. ഇതിന് നിന്റെയും കൂടെ വീടാ. കുടുംബമാവുമ്പോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവുന്നതാ. അതൊക്കെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള മിടുക്കുണ്ടാവണം. നമ്മുടെ ശത്രു എന്നും നമ്മുടെ നാവാ. എരിവും പുളിയും കയ്പും ഒക്കെ ഉണ്ടാവും നാവില്. അതൊക്കെ അടക്കി വെച്ച് മധുരം തുളുമ്പണം നാവില്. ചേച്ചി പറഞ്ഞത് മോൾക്ക് മനസ്സിലായില്ലേ? അമ്മയുടെ ലാളന അറിഞ്ഞ കുട്ടിയല്ല നീ. ഇനി അംബികയായിരിക്കണം നിനക്കമ്മ. അതൊന്നും നടക്കുന്ന കാര്യമല്ല. അമ്മ വേറെ, അമ്മായിയമ്മ വേറെ. എന്റെ അടുത്ത് പോരെടുക്കാൻ വന്നാ ഒട്ടിക്കും ഞാൻ ചെകിടത്ത്. അതിനൊന്നുള്ള ഇട വരത്തില്ല. ഞാൻ അനുസരിച്ച് ജീവിച്ചോളാം. ഇനിയാണ് ജീവിതം തുടങ്ങുന്നത്. സന്തോഷിക്കാനുള്ളതാവണം ജീവിതം. പിണക്കങ്ങൾക്ക് നിമിഷങ്ങളുടെ ആയുസേ ഉണ്ടാവാൻ പാടുള്ളൂ. പിണങ്ങില്ല അമൃതേച്ചി. പരിഭവങ്ങള് ഞങ്ങൾ പറഞ്ഞു തീർക്കും. പറഞ്ഞാ തീരുന്നതാണെങ്കിൽ അല്ലേ ആന്റി? അതെ, പരസ്പര സ്നേഹം ഉണ്ടെങ്കിലേ പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളെ ഉണ്ടാവൂ. എന്റെ ചെറുക്കനൊരു പാവം ആയതുകൊണ്ട് കൊള്ളാം. അല്ലെങ്കിൽ ഇങ്ങനെ വെറും കൈയോടെ കേറി വരാൻ പറ്റുമോ? ദേ അംബികേ, ഇനി അക്കാര്യങ്ങൾ നമ്മൾ സംസാരിക്കണ്ട. പൊന്നിലും പണത്തിലും ഒന്നല്ല കാര്യം. അവരുടെ ജീവിതത്തിൽ നമ്മൾ കയറി ഇടപെടരുത്. അച്ഛാ, തൽക്കാലം ഇത് മോള് വെച്ചോ. ചേച്ചി, ഒരാവശ്യം വന്നാ ആരോടും ചോദിക്കാൻ നിൽക്കണ്ട. പഞ്ചരത്നത്തിലെ വരുമാനത്തിന്റെ 5-1 ഭാഗം മാസാമാസം മോളുടെ പേരിൽ ഞാൻ ബാങ്കിലിട്ടോളാം. അങ്ങനൊരു ഔദാര്യം കാണിച്ചു. ഇതിപ്പോ എത്രയുണ്ട്?
കൂടി വന്ന ഒരു 5000 രൂപ മലക്കറി വാങ്ങിക്കാൻ പോലും തികയില്ലല്ലോ. ദിവ്യേ, ഞങ്ങൾ ഒരുപാട് പണക്കാരൊന്നുമല്ല. പക്ഷേ കാശില്ലാത്തതിന്റെ പേരില് ഇവളുടെ കണ്ണ് നനയില്ല. മറ്റുള്ളവരുടെ കാശിന് വേണ്ടി ആർത്തിയും കാണിക്കില്ല. അച്ഛ പോവാം. ഓ. ശരി മോളെ. മാമ. മോളെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.